നമ്മുടെ അധ്യാപകർ ഇപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവരും അല്ല, ചില ആളുകളെങ്കിലും. ചില കുട്ടികളെ, അതായത് ക്ലാസ്സിൽ സ്ഥിരമായിട്ട് കുറുമ്പെടുക്കുന്നവര്, അവരുദ്ദേശിച്ച രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാത്തവര്, അല്ലെങ്കിൽ ക്ലാസ്സിൽ ത്രൂ ഔട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരൊക്കെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് പറയും, നീയൊക്കെ എന്തിനാ പഠിക്കുന്നേ, ഒന്നും ആവാൻ പോണില്ല, അവരെ കണ്ടുപിടിക്കും, ഇവരെ കണ്ടുപിടിക്കും എന്ന് പറയും. എന്നിട്ട് ടീച്ചേഴ്സ് പറയും, ഇങ്ങനെ നാണം കെടുത്തുമ്പോഴെങ്കിലും ഒരു വാശി തോന്നി പഠിക്കട്ടെ എന്ന്. അതൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന മെത്തേഡാണ്. കുട്ടികളൊക്കെ മാറിപ്പോയി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ അടുത്തൊരാളെ, ഈ കുട്ടികളെ ഇങ്ങനെ ഡീൽ ചെയ്യുമ്പോൾ ആലോചിക്കണം, ഞാനും പണ്ടൊരു കുട്ടിയായിരുന്നു, എനിക്കും അന്ന് അത്ര വലിയ മാർക്കൊന്നും സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഞാനും അത്യാവശ്യം നല്ലൊരു തല്ലുകൊള്ളിയായിരുന്നു, ടീച്ചർ ഇടയ്ക്കൊക്കെ എന്നെ പുറത്ത് നിർത്താറുണ്ട്, അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അതൊക്കെ മറന്നിട്ട് അധ്യാപകരായി കഴിയുമ്പോൾ നമ്മൾ ജനിച്ചതേ അധ്യാപകരായിട്ടാണ്, പെർഫെക്റ്റ് ആണ് ഞാൻ എന്ന രീതിയിലാണ് ചില അധ്യാപകരെങ്കിലും നമ്മുടെ കുട്ടികളെ ഡീൽ ചെയ്യുന്നത്. പണ്ടുള്ള കുട്ടികൾക്ക് പേടിയുള്ളത് കൊണ്ടും പാരൻസ് ഇതിലൊന്നും ഇടപെടാതിരുന്നത് കൊണ്ടും വലിയ പ്രശ്നങ്ങളില്ലാതെ അങ്ങ് പോയി. പക്ഷെ ഇപ്പോൾ മാറുന്ന കാലഘട്ടത്തിൽ മാറുന്ന കുട്ടികൾക്കനുസരിച്ചിട്ട് ആ മാറ്റത്തിനൊക്കെ ഉൾക്കൊള്ളാനായിട്ട് നമ്മൾ പഠിക്കണം. നമ്മൾ മുൻപ് പഠിച്ചിരുന്ന സ്കൂളിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ ചീത്ത പറഞ്ഞ അധ്യാപകരെ കൂടി നമ്മൾ ഒരു സ്നേഹത്തോടു കൂടിയായിട്ടാണ് കാണുക, അല്ലെ? പക്ഷെ ഇപ്പൊ ചില കുട്ടികൾ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പറയാറുണ്ട്, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല, എനിക്കിവിടെ ഒരാളെയും കാണണ്ട എന്നുള്ളത്. എന്ത്, കടം കൊടുത്തിട്ട് തിരിച്ച് തരാത്തതോ അല്ലെങ്കിൽ വേറെ വല്ല പ്രശ്നങ്ങളാണോ? അല്ലല്ലോ, അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ആ ഒരു ഡീലിങ്സ് ശരിയാവാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളോട് ചേർന്ന് അവരുടെ ഓരോ താല്പര്യത്തിന് മുൻനിർത്തി അവർക്ക് പഠിക്കാനായിട്ട് എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട് എന്ന കാര്യമൊക്കെ ഒന്ന് നോക്കി പരമാവധി നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ലൈഫിൽ ഒരു വെളിച്ചം ഉണ്ടാവും, നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവും. പിന്നെ എപ്പോഴെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഈ കുട്ടികളെ നമ്മളോടൊന്ന് ചിരിക്കുകയെങ്കിലും ചെയ്യും. അല്ലെങ്കിൽ ഈ നാണം കെടുത്തിയിട്ട് ഞാൻ സൂപ്പറാക്കും എന്നുള്ളൊരു മെത്തേഡൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര മോശമാണ്, ഔട്ട്ഡേറ്റഡ് ആണ്. Let light shine out of darkness.